എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും നിയമാനുസൃതമായ രീതിയിൽ കുർബാനാർപ്പണ രീതി നടപ്പിലാക്കണമെന്നാവർത്തിച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയും സഭയും ആവശ്യപ്പെടുന്ന ഈ അനുരഞ്ജനം സാധ്യമാകുന്നില്ലെങ്കിൽ നാം സഭാ കൂട്ടായ്മയിൽ നിന്നും അകലുകയായിരിക്കും ചെയ്യുന്നതെന്നും മാർ താഴത്ത് മുന്നറിയിപ്പ് നൽകി. മാർച്ച് 26 ഞായറാഴ്ച രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉയർപ്പുകാല സന്ദേശത്തിലായിരുന്നു പരാമർശം. നോമ്പുകാലത്തിലെ അതിവിശുദ്ധ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ ആവശ്യകതയും അനുരഞ്ജനം സാധ്യമാക്കാനുള്ള വഴികളെയും കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായുള്ള പരാമർശത്തോടെ ആരംഭിക്കുന്ന ഇടയലേഖനത്തിന്റെ സുപ്രധാന ഭാഗത്തിലേക്ക്. നമ്മുടെ അതിരൂപതയിൽ സഭയോടും പരസ്പരവുമുള്ള അനുരഞ്ജനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് വിശുദ്ധ കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ളതാണ്. അനുരഞ്ജനത്തിന്റെ ചൈതന്യത്തിൽ സഭാ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2022 മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ എറണാകുളത്തെ ദൈവജനത്തിന് ഇപ്രകാരം എഴുതി: ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, വൈഷമ്യങ്ങളെയും താഴ്ത്തപ്പെടലിനെയും എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുന്നു എന്നിങ്ങനെ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. ഇത് കർത്താവിലേക്ക് നോക്കി അവിടുത്തെ ഉത്കണ്ഠയിലും പീഡാസഹനത്തിലും തുടങ്ങി അവിടുത്തോടൊപ്പം പെസഹ രഹസ്യം ഒരുമിച്ച് അനുഭവിക്കാനും ആഘോഷിക്കാനുമുള്ള സന്നദ്ധതയോടെ ആകണം. അല്ലാതെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ അഥവാ ഒരു ഗ്രൂപ്പിനെതിരെ മറ്റൊന്ന് എന്ന മാനുഷിക മാനദണ്ഡത്തിനോ അനുസൃതമായിട്ടാകരുത്. സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനാർപ്പണ രീതിയുടെ കാര്യത്തിൽ നമ്മുടെ അതിരൂപതയിലെ വിശ്വാസികൾ ഒരു മനസ്സോടെ സീറോ മലബാർ സഭയോട് അനുരഞ്ജനപ്പെട്ട് ഐക്യത്തിൽ പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതുവഴി നൽകിയത്. മാർപ്പാപ്പ വീണ്ടും പറയുന്നു: ബുദ്ധിമുട്ടുള്ളതും വേദനാജനകവുമായ ഒരു ചുവടുവെപ്പ് നടത്താനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേൾക്കാനും മാർപ്പാപ്പയുടെ ഉപദേശത്തിലും അഭ്യർത്ഥനയിലും വിശ്വസിക്കാനും തയ്യാറുള്ള പുരോഹിതരുടെയും ആത്മായ വിശ്വാസികളുടെയും മാതൃകകൾ ഞാൻ നിങ്ങളിൽ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ പിതാവ് നമ്മിൽ അർപ്പിച്ച ഈ വിശ്വാസം നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. മാർപ്പാപ്പയും സഭയും ആവശ്യപ്പെടുന്ന ഈ അനുരഞ്ജനം സാധ്യമാകുന്നില്ലെങ്കിൽ നാം സഭാ കൂട്ടായ്മയിൽ നിന്നും അകലുകയായിരിക്കും ചെയ്യുന്നത്. 2023 ജനുവരിയിലെ സിനഡ് വ്യക്തമാക്കിയതുപോലെ നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും നിയമാനുസൃതമായ രീതിയിൽ കുർബാനാർപ്പണ രീതി നടപ്പിലാക്കി സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും കൂദാശയായ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച് ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ ഞാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു എന്ന വാക്കുകളോടെയാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തന്റെ സന്ദേശം ഉപസംഹരിച്ചിട്ടുള്ളത്.